സൗദി പറ്റിച്ച പണിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. എന്നിട്ടും ഇതൊക്കെയാകാമോ, അതും ട്രംപിനോട്? നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആയുധങ്ങളും മറ്റ് സഹായങ്ങളും അമേരിക്ക സൗദിക്ക് നൽകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായിരിക്കുകയാണ്. എന്നാൽ ഈ ബന്ധം കൂടുതൽ ദൃഢമായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ സമയത്തായിരുന്നു. ഇതിന് വ്യക്തമായ തെളിവായിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ പര്യടനം എന്നത്. എല്ലാവരെയും അമ്പരപ്പിലാഴ്ത്തി സൗദിയിലേക്കായിരുന്നു ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനം നടന്നത്. സൗദിയിലെത്തിയ ട്രംപിനെ ഭരണകൂടം എല്ലാ ആഡംബരത്തോടെയും കൂടെ സ്വീകരിച്ചു. എല്ലാവരെക്കാളും ഒട്ടേറെ സമ്മാനങ്ങളും അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്നത് അന്ന് നൽകിയ സമ്മാനങ്ങൾ തികച്ചും വ്യാജമായിരുന്നു എന്നതാണ്. അങ്ങനെ ട്രംപിനെ സൗദി പറ്റിച്ചോ എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഏവരിലും കൗതുകം ഉണർത്തുന്നതാണ്. എന്നും സൗദിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഇറാനെ ഒതുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് സൗദിയുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ഇറാനെ ഒതുക്കുക എന്ന കാര്യത്തിൽ സൗദിക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാട് തന്നെയായിരുന്നു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ലക്ഷ്യങ്ങളിലേക്കുള്ള ഏക പാലം കൂടിയായിരുന്നു സൗദി. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റായ ശേഷം ട്രംപ് നേരെ സൗദിയിലേക്ക് തിരിച്ചത്. കൂടാതെ യമനിൽ യുദ്ധം നടത്തുന്ന സൗദിക്ക് ആയുധങ്ങൾ നൽകരുതെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ആവശ്യം ശക്തമായി തന്നെ ഉയരുകയും ചെയ്തു. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ദുരൂഹ മരണവേളയിലും സൗദിക്കെതിരെയായിരുന്നു വിരൽ ചൂണ്ടൽ. പക്ഷേ അപ്പോഴെല്ലാം ട്രംപ് സൗദിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതോടൊപ്പം തന്നെ ട്രംപും സൗദി മികച്ച സൗഹൃദമായിരുന്നു എങ്കിലും ട്രംപിനെ സൗദി പറ്റിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ട്രംപ് സൗദിയിലെത്തിയ വേളയിൽ നൽകിയ സമ്മാനങ്ങളിൽ പലതും വ്യാജമായിരുന്നു എന്നാണ് വാർത്ത. മേലങ്കിയും വാളും കടാരയുമെല്ലാം സമ്മാനമായി നൽകുകയായിരുന്നു സൗദി അറേബ്യ. പുലിയുടെ രോമം കൊണ്ട് തയ്യാറാക്കിയ മേലങ്കി സമ്മാനമായി നൽകിയത് അന്ന് തന്നെ വളരെ വാർത്തയായിരുന്നു. ആനക്കൊമ്പിന്റെ പിടിയുള്ള കടാര ഉൾപ്പെടെയായിരുന്നു സമ്മാനങ്ങൾ നൽകിയത്. എന്നാൽ ആ സമ്മാനങ്ങളെല്ലാം വ്യാജമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. 2017 ട്രംപ് സൗദിയിലെത്തിയത്. എന്നാൽ ഇവയുടെ പൂർണ്ണ വിവരങ്ങൾ പരസ്യമാക്കിയിരുന്നില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മാറി ജോ ബൈഡൻ അധികാരമേറ്റ ശേഷമാണ് വിശദമായ പരിശോധനകൾ നടന്നത്. അങ്ങനെ 4 വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ട്രംപ് സൗദിയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളുടെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. അധികാരമൊഴിയുന്നതിന്റെ അവസാന ദിവസം എല്ലാ സമ്മാനങ്ങളും വൈറ്റ് ഹൗസിൽ നിന്ന് ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ശേഷം US ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് ഇവയെല്ലാം വിശദമായി പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് പുതിയ വിവരങ്ങൾ ലഭ്യമായതെന്ന് ആഭ്യന്തര വകുപ്പ് വക്താവ് ടൈലർ ചെറി ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കിയത്. സൗദിയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ അമേരിക്കയിൽ നേരത്തെ തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു. പുലിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ മേലങ്കി, ആനക്കൊമ്പിന്റെ പിടിയുള്ള കടാര എന്നിവയെല്ലാം മൃഗസ്നേഹികളാണ് ഏറെ വിവാദമാക്കി മാറ്റിയത്. 1973 അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ പരിസ്ഥിതി സംരക്ഷണ നിയമം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നു വന്നത്. അതേസമയം സമ്മാനങ്ങളെല്ലാം വ്യാജമാണ് എന്ന് സൗദി അറേബ്യൻ ഭരണകൂടം നേരത്തെ അറിഞ്ഞിരുന്നോ എന്ന് ഇതുവരെ വ്യക്തമല്ല. ന്യൂയോർക്ക് ടൈംസിന്റെ പുതിയ റിപ്പോർട്ട് സൗദി ഭരണകൂടത്തെ ഏറെ അമ്പരപ്പിക്കുന്നതാണ്. സൗദിയെപ്പോലുള്ള സമ്പന്നമായ ഒരു രാജ്യത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തേണ്ട ആവശ്യമില്ല എന്നത് വ്യക്തമാണ്. അതേവർക്കും അറിയാവുന്നതുമാണ്. 82 സമ്മാനങ്ങളാണ് അന്ന് ട്രംപിന് സൗദി നൽകിയതെന്ന് രാജകുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വാദപ്രതിവാദങ്ങൾ ഉയർന്നതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.